നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ച എടുത്തത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു, ജസ്റ്റ് അത് റീഡ് ചെയ്ത് ട്രാൻസ്ലേഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതലെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം, അതിൻ്റെ വിവർത്തനം വായിക്കാം, ശേഷം ആ ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പം 2.5 രണ്ടാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. ഗുരൂൻ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യം അഭീഹലോക ഹത്വാർത്ഥകാമാസ്തു ഗുരീനഹേവ പുഞ്ചീയ ഭോഗാൻ രുതിരപ്രതിക്താൻ. ഗുരുവിന് അർത്ഥം, ഈ ശ്ലോകം ആരംഭിക്കുന്നത് ഗുരൂൻ ഹത്വ എന്ന് പറഞ്ഞിട്ടാണ്. ഗുരൂൻ ഹത്വ, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്ക്. ഗുരുവിൻ ഹത്വ എന്ന് പറയുമ്പോൾ ഗുരുവിൻ പ്ലസ് അഹത്വ. ഹത്വ എന്ന് പറഞ്ഞാൽ വധിക്കുക, അഹത്വ എന്ന് പറഞ്ഞാൽ വധിക്കാതിരിക്കുക. ഗുരു എന്ന് പറയുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു സിംഗുലറാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ. അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കൾ, ഇവിടെ നമ്മൾ കണ്ടു ആരെയാണ് പറയുന്നത്, ദ്രോണാചാര്യരെയും ഭീഷ്മരെയും പോലുള്ളവരെ. എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയായിട്ട് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും, അവരൊക്കെ ലൗകിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് അർജുനൻ പറയുന്നത്. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തമംഗലമായിരിക്കും. വളരെ മനോഹരമായിട്ടാണ് അർജുനൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകം അർജുനൻ പറയാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. അതായത് അർജുനൻ 1-ാമത്തെ അധ്യായത്തിൽ മുമ്പോട്ട് വെച്ച വാദഗതികളെല്ലാം, അതായത് ശാസ്ത്രനിബിധമായ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം യുദ്ധം ചെയ്യാതിരിക്കുന്ന അർജുനൻ പറഞ്ഞ കാരണങ്ങളെല്ലാം വളരെ നീതിയുക്തമായ കാരണങ്ങളായിരുന്നു. എന്നാൽ ആ കാരണങ്ങളൊക്കെ ഭഗവാൻ ഹൃദയ ദൗർബല്യമായിട്ടും ഹൃദയ മാലിന്യങ്ങളായിട്ടും വലിച്ചു കീറി ചവറ്റ് കൊട്ടയിൽ കളഞ്ഞു. അപ്പോഴാണ് അർജുനന് മനസ്സിലായത്, അതായത് ഇനി എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ നോക്കിയാലേ പറ്റുക, കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം പറയണം. കാരണം ഭഗവാൻ അർജുനൻ പറഞ്ഞ 8 കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്. ആ കാരണങ്ങളെല്ലാം ഭഗവാൻ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അർജുനൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും പറയണം. നമ്മളിപ്പോൾ ഈ പണ്ടൊക്കെ ഓഫീസിലൊക്കെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ, പട്ടാളത്തിലൊക്കെ ലീവിന് പോയി കഴിയുമ്പം ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ടെലഗ്രാം, അന്ന് ഫോൺ സംവിധാനമൊന്നുമില്ല. അപ്പോൾ ടെലഗ്രാം അടിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ എക്സ്പയർഡ്, ഗ്രാൻഡ് മദർ എക്സ്പയർഡ്. ഇതൊരു കാര്യം, ഒരു യൂഷ്വൽ റീസൺ ആണത്. കാര്യം അപ്പനും അമ്മയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ ലീവിന് വേണ്ടി കൊന്നിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ ലീവ് വേണമെങ്കിൽ അപ്പോഴാ ലീവ് നാട്ടിൽ പറയും ഒരു ടെലഗ്രാം അടിക്കാൻ, ഗ്രാൻഡ് ഫാദർ എക്സ്പയർഡ്, ഗ്രാൻഡ് മദർ എക്സ്പയർഡ്. അപ്പോൾ ഒരു സ്ട്രോങ് റീസൺ ആണെങ്കിൽ മാത്രമേ അതൊരു ലീവ് കിട്ടുകയുള്ളൂ ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ അല്ലാതെ ഈ സ്കൂളിലൊക്കെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും സുഖമില്ല, ആരെങ്കിലും മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അർജുൻ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ചെപ്പോഴാണ് അർജുൻ ഇങ്ങനൊരു ഐഡിയ മുമ്പിലോട്ട് വന്നത്. അതായത് ശാസ്ത്രപ്രകാരം
ഗുരുക്കന്മാരെ അവർ എത്ര തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും ശരി അവരെ ദ്രോഹിക്കാൻ പാടില്ല. അവരെ വധിക്കുന്നത് വളരെ ഉയർന്ന കാര്യമാണ്. അവർക്കെതിരായിട്ട് സംസാരിക്കാൻ പോലും പാടില്ല. ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ബഹുമാന്യരായിട്ടുള്ളവരാണ്. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ വിശാലമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പിന്നീട് എപ്പോഴും ചർച്ച ചെയ്യാം. ഗുരു അഷ്ടകമൊക്കെ ഉണ്ട് ചർച്ച ചെയ്യാനായിട്ട്. അപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് ഗുരുവിനെ ബഹുമാനിക്കുന്ന, ഭാരതത്തിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിന് ആ ബഹുമാനത്തിന് പറ്റിയൊരു വാക്ക് ഇംഗ്ലീഷില്ലെന്ന് പറയുന്നത്. റെസ്പെക്ട് എന്ന് പറയുമ്പം അത് കോമൺ ആയിപ്പോയി. പക്ഷെ നമ്മൾ ഗുരുക്കന്മാരെ കണ്ടിരുന്ന, ഇന്നത്തെ കാലത്തെ അല്ല ഞാൻ പറയുന്നത്, അപ്പം അന്ന് ഗുരുക്കന്മാരെ കണ്ടിരുന്ന, അതായത് അർജുനന്റെ സമയത്ത് ഗുരുക്കന്മാരെ കണ്ടിരുന്ന ഈശ്വര തുല്യമായിട്ടാണ്. അതായത് നമുക്ക് ആ ശ്ലോകം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര. അപ്പോൾ വിഷ്ണു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെയായിരുന്നു ഗുരുക്കന്മാരെ കണ്ടിരുന്നത്. ആ ഗുരുക്കന്മാരെ വധിക്കുക എന്ന് പറയുമ്പം അതെങ്ങനെയാണ് അത് വധിക്കാൻ പറ്റുക? അതാണ് അർജുനൻ ഒരു സ്ട്രോങ് കാരണമാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തെ അർജുനൻ പറയുന്നത് എൻ്റെ ഗുരുക്കന്മാരെ മഹാത്മാക്കളെ വധിക്കുന്നതിനേക്കാളും നല്ലത് ഭിക്ഷയയച്ച് ജീവിക്കുന്നതാണ്. എന്തിനാണ് എനിക്കിങ്ങനെ രാജകീയ സുഖം? അപ്പോൾ ഭീഷ്മർക്കും ദ്രോണാചാര്യർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരോട്, ഭീഷ്മർക്കും ദ്രോണാചാര്യർക്കും പാണ്ഡവരോട് പൊതുവായിട്ടും പ്രത്യേകിച്ച് അർജുനോടും ഒരു പ്രത്യേക മമതയുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ പാണ്ഡവർക്കൊരു സ്നേഹമുണ്ട് പൊതുവായിട്ട്, അതിനേക്കാൾ കൂടുതൽ അർജുനോട് പ്രത്യേകിച്ചൊരു സ്നേഹം ഉണ്ടായിരുന്നു അവർക്കുണ്ട്. അതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധർമ്മിഷ്ഠരായിരുന്നു. പ്രത്യേകിച്ച് യുധിഷ്ഠിരർ ധർമ്മം വിട്ട് യാതൊന്നും അവർ ചെയ്യത്തില്ലായിരുന്നു. ഒരിക്കലും അതായത് അവരുടെ കുട്ടിക്കാലം മുതൽ ധർമ്മം വിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. അതേസമയം കൗരവർ, പ്രത്യേകിച്ച് ദുര്യോധനൻ, കുട്ടിക്കാലം മുതൽ തന്നെ എന്തെല്ലാം ചെയ്തു അതെല്ലാം അധർമ്മമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെയാണ് ഭീഷ്മരെ കൊല്ലാൻ ശ്രമിച്ചത്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പം ആദ്യത്തെ അവർക്ക് അർജുനോടും മറ്റു പാണ്ഡവരോടും ഏറ്റവും കൂടുതൽ സ്നേഹം ദ്രോണാചാര്യർക്കും ഭീഷ്മപിതാമനും തോന്നാനുള്ള പ്രധാന 3 കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ ധർമ്മിഷ്ഠരായിരുന്നു. അവർ ധർമ്മം വിട്ട് യാതൊന്നും ചെയ്യില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം പറയുന്നത് അവർ കുട്ടിക്കാലം മുതൽ ദുര്യോധനൻ പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും പകരം വീട്ടാൻ ചെയ്തിട്ടില്ല. അതായത് വളർന്നു കഴിഞ്ഞിട്ട് ശരി, കുട്ടിക്കാലത്ത് തന്നെ ഇപ്പം ഭീമന് വിഷം കൊടുത്തിട്ട് ബോധം കെടുത്തി നദിയിൽ തള്ളിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അവരൊരിക്കലും തിരിച്ച് ഒരു പ്രതികാര മനോഭാവത്തോടെ അവരൊരിക്കലും കൗരവരെ കണ്ടിട്ടില്ല. ഒരു വളരെ വിശേഷമായിട്ട് ഈ വനവാസ കാലത്ത് ദുര്യോധനന്റെ വനവാസം തീരാറാകുകയാണ്. അപ്പം ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ദുര്യോധനും ദുശാസനും ശകുനിയും കർണനൊക്കെ ഒരു ചർച്ച വാങ്ങി. ഇവർ ഇപ്പോൾ തീരാ പോവാണ്, ഇനി അവർ വരുമ്പോൾ അവർക്ക് ഇന്ദ്രപ്രസ്ഥം തിരിച്ചു കൊടുക്കണമല്ലോ, എന്താ ഇങ്ങനെ മാർഗം ഒന്ന് ആലോചിച്ചപ്പം ദുര്യോധനൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു വനത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാം. ഇപ്പോൾ അവർ 5 പേരേ ഉള്ളൂ, അവരെ സഹായിക്കാൻ ആരുമില്ല, അവരുടെ ആയുധമില്ല. ഇത്രയും 10 വർഷത്തോളമായിട്ട് അവരെ ഈ വനത്തിൽ കിടന്നതിൻ്റെ പേരിൽ ആരോഗ്യമൊക്കെ നശിച്ചു കാണും. നമ്മളോട് എതിർക്കമില്ല, നമുക്ക് സേനയായിട്ട് പോയിട്ട് നിഷ്പ്രയാസം അവരെ വധിച്ചിട്ടേക്ക് പോരാം. ഇവിടെ നമുക്ക് കുറേ കഴിയുമ്പോൾ പറഞ്ഞു വരുന്ന വനത്തിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചു മരിച്ചോ എന്തോ നമുക്കറിയില്ലെന്ന് പറയാം. ശരി, അങ്ങനെ അവർ ഇത് ദ്രോണൻ ഭീഷ്മരൊന്നും അറിയാതെ ചെയ്ത പരിപാടിയാണ്. ഇവരൊരു വലിയ സേനയായിട്ട് വനത്തിൽ പോകും. ഈ സമയത്ത് അർജുൻ്റെ പിതാവ് എന്ന് പറയുന്ന ആരാ? ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ത് ചെയ്യും? ഒരു ഗന്ധർവ സേന അയക്കും. ആ ഗന്ധർവ സേനയുടെ നായകത്വം ചിത്രരഥനായിരുന്നു. ചിത്രരഥന്റെ നേതൃത്വത്തിൽ ഒരു ഗന്ധർവ സേന വരും. ഗന്ധർവ സേന വന്നിട്ട് വനത്തിൽ വെച്ച് ഇവരുമായിട്ട് ഏറ്റുമുട്ടും. ആ ഏറ്റുമുട്ടലിൽ കർണന്, ദുശാസന്, ശകുനി, മറ്റ് സേനകളെല്ലാം ഓടിപ്പോവും. ദുര്യോധനെ അവർ തടവിലാക്കും ഈ ഗന്ധർവര്. ബാക്കിയെല്ലാവരും ദുര്യോധന ഇട്ടിട്ട് ഓടിപ്പോയി. കുറെ അടുത്ത് തന്നെ പാണ്ഡവര് വനവാസം താമസിക്കുന്ന സ്ഥലം വളരെ അടുത്ത് വരെ എത്തിയിരുന്നു ഇവർ ആക്രമിക്കാനായിട്ട്. ആ സമയത്താണ് ഈ ഗന്ധർവന്മാര് കൗരവസേന ആക്രമിക്കുന്നത്. അപ്പം ഇത് പാണ്ഡവർ അറിഞ്ഞു കഴിഞ്ഞപ്പം ഭീമനും അർജുനും ഒക്കെ അവിടെ തുള്ളിച്ചാടാൻ തുടങ്ങി, ദുര്യോധനെ ഗന്ധർവന്മാർ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട്. അപ്പം യുധിഷ്ഠിര മഹാരാജ പറഞ്ഞൊരു വാക്കുണ്ട്, തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. വെളിയിൽ നിന്ന് ആരെങ്കിലും ഹസ്തിനാപുരത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1, 2, 5, 100 അല്ല, നിങ്ങൾ 105 പേരാണ്. വെളിയിൽ നിന്ന് നിങ്ങൾ പാണ്ഡവരും കൗരവരും തന്നോട്ട് നിങ്ങളും നമ്മളും കൗരവരുമായിട്ടുള്ള സംഘർഷം അത് വേറൊരു ലെവല്. പക്ഷെ വെളിയിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 അല്ല 100 അല്ല 105 പേരാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഈ നോട്ട്സ് തയ്യാറാക്കിയപ്പം എനിക്കെൻ്റെ മനസ്സിൽ വന്ന ഒരു കാണുന്ന സമകാലീന രാഷ്ട്രീയം എത്ര
വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രബോധമില്ലാത്ത നേതാക്കൾ എന്ന് പറയുന്നത് യാതൊരു തർക്കമില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പാകിസ്ഥാനെ എതിർക്കേണ്ട സമയത്ത് പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ സേനയുടെ മനോവീര്യം കെടുത്തേണ്ട ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എത്ര വിമാനം അടിച്ചിട്ടു? ഇതെന്താ ബലൂണാണോ? എത്ര വിമാനം അടിച്ചിട്ടു? ഇതൊക്കെ ശാസ്ത്രത്തിൽ ഇവരെ പൊട്ടന്മാരെ പഠിപ്പിക്കണം. അതായത് ഗന്ധർവ സേന ദുര്യോധനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യുധിഷ്ഠിർ മഹാരാജ് അർജുനനും ഭീമനോടും പറയുന്നത്, നിങ്ങൾ പോയി ദുര്യോധനെ രക്ഷിക്കണം, കാരണം നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾ 105 പേരാണ്, വെളിയിൽ നിന്ന് ഒരാളെ ആക്രമിക്കാൻ സമ്മതിക്കരുത്. അപ്പം അങ്ങനെ പോയിട്ട് അവസാനം അർജുനൻ പോയിട്ട് ചിത്രരഥനെയും ഗന്ധർവന്മാരെയും പരാജയപ്പെടുത്തി ദുര്യോധനെ മോചിപ്പിക്കും. ദുര്യോധന അതായെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോലും ദുര്യോധന അത്ര നാണക്കേടായി കഴിഞ്ഞാൽ പാണ്ഡവർ രക്ഷിച്ചു, കൂടെയുള്ളവരെല്ലാം ഓടിപ്പോയി, പിന്നെ ശകുനിയൊക്കെ സമാധാനിപ്പിച്ചു നിർത്തി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ എന്തെല്ലാം ആ ദ്രോഹങ്ങൾ ഇവരോട് ചെയ്ത അതായത് ഹസ്തിനാപുരം പിടിച്ചെടുത്തതും കള്ളച്ചൂരിൽ തോൽപ്പിച്ചതും ദ്രൗപദി അപമാനിച്ചതും തങ്ങൾക്ക് 4 വർഷത്തെ വനവാസം കൊടുത്തതും എല്ലാം ഒരു നിമിഷം കൊണ്ട് യുധിഷ്ഠിര മഹാരാജും പാണ്ഡവരും മറന്നു. തങ്ങളുടെ എന്തെല്ലാം അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ അധർമ്മങ്ങളൊക്കെ മറന്നു. അവർ ധാർമ്മികരായിരുന്നു. അതായിരുന്നു ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഈ പാണ്ഡവരോടുള്ള ഏറ്റവും അതായത് ഒരു അകമഴിഞ്ഞ സ്നേഹമുള്ളത്. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലത്ത്, അതായത് ജനിച്ചപ്പോൾ തന്നെ അവർക്ക് പാണ്ഡുവിനെ നഷ്ടപ്പെട്ടു. പിതാവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് പിതാവില്ലാതെ വളർന്ന കുട്ടികൾ എന്നൊരു സ്നേഹം, അത് നമ്മുടെ ഇന്നും സമൂഹത്തിലുള്ള അച്ഛനില്ലാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ അമ്മയില്ലാത്ത കുട്ടിയാണ് നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെ അച്ഛനില്ലാത്ത കുട്ടികൾ എന്നൊരു സ്നേഹം ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതായത് ഭീഷ്മർക്കും ദ്രോണർക്കും പാണ്ഡവരോട് പ്രത്യേകിച്ച് അർജുനന്റെ ഒരു സ്നേഹമുണ്ട്. അതിൻ്റെ 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, പാണ്ഡവർ ധർമ്മിഷ്ഠരായിരുന്നു. 2, അവരെ എത്രമാത്രം ഈ കൗരവാദികൾ ദ്രോഹിച്ചിട്ടും അവർ ഒരിക്കലും പകരം വീട്ടണമെന്നൊരു മനോഭാവമില്ലായിരുന്നു. 3, അവർ അച്ഛനില്ലാതെ വളർന്ന കുട്ടികളായിരുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും പാണ്ഡവരോട് ഒരു മമത ഉണ്ടായിരുന്നു. ഈ മമത എത്രമാത്രം പാണ്ഡവരോട് ഭീഷ്മർക്കും ദ്രോണർക്കും ഉണ്ടായിരുന്നു, അതിൻ്റെ എത്രയോ ഇരട്ടി അർജുനനും മറ്റു പാണ്ഡവർക്കും ദ്രോണാചാര്യനും ഭീഷ്മരോടും ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ സ്നേഹിക്കുന്ന, തങ്ങൾ ബഹുമാനിക്കുന്ന ഭീഷ്മരെയും ദ്രോണാചാര്യയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അർജുനൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഗുരുൻ ഹത്വ, ഗുരുക്കന്മാരെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് അർജുനന്റെ കൺഫ്യൂഷൻ? അതായത് അർജുനൻ പറയുന്നത്, ആദ്യത്തെ ചോദ്യം അർജുനന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണോ വേണ്ടയോ? യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ഞാൻ തന്നെ വധിക്കണം. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അല്ലെ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനം ചെയ്യിക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവരെ നമ്മൾ വധിക്കണം. അതങ്ങനെ അവർ വധിക്കുകയാണെങ്കിൽ, തൻ്റെ എല്ലാവരും വധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിധത്തിൽ വേറൊരു വിധത്തിലല്ല, അവരെല്ലാം തനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ആ സുഖം അല്ലെങ്കിൽ ആ സൗഭാഗ്യം, അത് തനിക്ക് വേണ്ട. അത് തോൽവിക്ക് തുല്യമാണ്. അതായത് തൻ്റെ ഗുരുക്കന്മാരെയും പിതാക്കന്മാരെ പോലെയുള്ളവരെയും പിതാമഹന്മാരെ പോലുള്ളവരും പിതാമഹനെയും വധിച്ചിട്ട് കിട്ടുന്ന രാജ്യസുഖം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിജയം എന്ന് പറഞ്ഞാൽ തോൽവിക്ക് തുല്യമാണ്. തങ്ങൾ തോൽക്കുകയാണ്. ആരെ വധിച്ചിട്ടാണ് തനിക്കിത് കിട്ടേണ്ടത്? അർജുൻ്റെ വന്നുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ അർജുൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇനിയും താനാണ് തോൽക്കുന്നതെങ്കിൽ, അതായത് പാണ്ഡവരാണ് തോൽക്കുന്നതെങ്കിൽ 100% അർജുനൻ വധിക്കപ്പെടും. കാരണം അർജുനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാണ്ഡവർ പരാജയം സമ്മതിക്കില്ല. അപ്പൊ അർജുനൻ വധിക്കപ്പെടുവാണെങ്കിലും തോൽവി, ജയിച്ചാലും തോൽവി, വധിച്ചാലും തോൽവി, പിന്നെ താൻ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അതാണ് അർജുനന്റെ മനസ്സിൽ വന്ന ഒരു വളരെ കൺഫ്യൂഷൻ ചെയ്യുന്ന ചോദ്യം. അപ്പൊ ഈ തോൽവിയാണ് തീർത്തും ബോധ്യമുള്ള ഒരു യുദ്ധത്തിൽ, അതായത് ജയിച്ചാലും തോൽവി, തോറ്റാലും തോൽവി, അങ്ങനെ തോൽവിയാണെന്ന് തീർച്ചയുള്ള ഒരു യുദ്ധം എന്തിനാണ് ചെയ്യുന്നത്? പിന്നെ അതുകൊണ്ടാണ് അർജുൻ കൺഫ്യൂഷൻ ആയത്. അപ്പൊ ഇവിടെ അതിലൊക്കെ രസം പറഞ്ഞു, ഈ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞ എന്താണ്? അവരെ വധിച്ചിട്ട്, അതായത് ദ്രോണാചാര്യരെയും ഭീഷ്മരെയും പോലുള്ള പിതാമഹന്മാരെ വധിച്ചിട്ട് രാജ്യസുഖം നേടുന്നേക്കാൾ നല്ലത് ഭിക്ഷയാചിക്കുന്നു. ഇത് ആവേശത്തിൽ അർജുനൻ പറഞ്ഞു പോയതാണ്. കാരണം അർജുനന് ഭിക്ഷയാചിക്കാൻ കഴിയില്ല. നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഭിക്ഷയാചിക്കാനുള്ള അധികാരം സന്യാസികൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഭിക്ഷയാചിക്കാൻ അധികാരമില്ല. ഇനിയും ക്ഷത്രിയനായ അർജുനന് ഭിക്ഷയാചിക്കാൻ പോയാൽ എന്ത് പറ്റും? നോക്ക്, ബ്രാഹ്മണര് സന്യാസികളെ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്ക് 9 ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്.
ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകത്തിലാണ്. യമ യമ യമതമ തപ സൗജ ശാന്തിരാർജമേവച ജ്ഞാനമജ്ഞാന ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. 9 പറഞ്ഞിട്ടുണ്ട്. അതായത് ശാന്തി, സെൽഫ് കൺട്രോള്, പിന്നെ അറിവ്, വിജ്ഞാനം, സത്യസന്ധത, ക്ലീൻനെസ് ഇൻ്റർ ക്ലീൻനെസ്, എക്സ്റ്റേണൽ രണ്ടും ഉണ്ട്, റിലീജിയസ്, അങ്ങനെ 9 ക്വാളിറ്റികൾ ബ്രാഹ്മണന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒന്ന് ടോളറൻസ്, സഹിക്കാനുള്ള സെൽഫ് കൺട്രോൾ, ടോളറൻസ്, ഇത് രണ്ടും വളരെ മുഖ്യമാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു സന്യാസി ഭിക്ഷയാചിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെയൊക്കെ നമുക്കിത് കാണാൻ പറ്റില്ല. ഈ ബൃന്ദാവനത്തിലൊക്കെ ഇപ്പോഴും അവർ ഭിക്ഷ അയച്ചിട്ടാണ് ആഹാരം കഴിക്കുന്നത്. വീട്ടിൽ ചെന്ന് അവർ പറയാണ് ഇവിടെ തരാനൊന്നുമില്ല, പോയിക്കോ വന്നിരിക്കുന്നു തെണ്ടാൻ എന്ന് പറഞ്ഞ് കഥ കഴിച്ചു കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടാതെ തിരിച്ചു പോകും. ഈ സന്യാസിയിൽ തന്നെ 4 or 5 സൈസ് സന്യാസികളുണ്ട്. അതിന് കൂടി ജന്മ അങ്ങനെ 5 പേരുകളുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽപ്പെട്ട സന്യാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിൽ നിശ്ചയിക്കും, ഇന്ന് 5 വീട്ടിൽ ഞാൻ പോകും. ഈ 5 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് പട്ടിണി കിടന്നോളാം, അത് ഭഗവാന്റെ ഇഷ്ടം. പിന്നെ ഒരു വിഭാഗം സന്യാസികളുണ്ട്, ഞാൻ അതിൻ്റെ പേരും പറയാം, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സൈസ് സന്യാസികൾ, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടത് ഞാൻ നോട്ട് ചെയ്ത് പറയാം. ഒരു വിഭാഗത്തിലുള്ള സന്യാസികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു വീട്ടിലും എങ്ങും യാചിക്കാൻ പോയില്ല, ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ കഴിക്കുക. അത് അവർ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈസ്, 5 കുടീച്ചകൻ, ബഹുദുകൻ, പരിവ്രജാകാചാര്യൻ, പരമഹംസൻ. അതൊക്കെ വിശദീകരിക്കാൻ പോയാൽ തീരത്തില്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ചിലർ കുടിൽ കെട്ടി വീട്ടിൽ നിന്ന് മാറി താമസിക്കും, ചിലർ ലോകം മൊത്തം കറങ്ങി നടക്കും, ഇങ്ങനെ പല വിധത്തിലുള്ള തന്നെയാണ്. അപ്പോൾ ഒരു വിധത്തിൽ ഒരു ടൈപ്പ് സന്യാസം എന്ന് പറഞ്ഞാൽ അവർ ഒരു വീട്ടിലും പോകത്തില്ല, അവരടുത്തിരിക്കും, ആരെങ്കിലും കൊണ്ടുകൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല എന്ന് പട്ടിണി കിടക്കും. അവർ വിചാരിക്കുന്നത് ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുതരും, ഇല്ലേ വേണ്ട. ചിലർ ഒരു 7 വീട്ടിൽ, 5 വീട്ടിൽ, 9 വീട്ടിൽ നിർണ്ണയിക്കും, അത്രയും വീട്ടിൽ പോകും, കിട്ടിയാൽ കഴിക്കും, ഇല്ലേ പോകത്തില്ല. അങ്ങനെ പലതരത്തിലുള്ള സന്യാസികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പം അവരോട് കഥവ് കൊട്ടിയടിച്ചിട്ട് പറയാം, നാണോ ദണ്ഡ നടക്കുകയാണ്, ജോലി എടുത്ത് ജീവിച്ചു എന്നൊക്കെ പറയും, നമ്മൾ പറയാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരക്ഷരം മിണ്ടാതെ, അത് ആ ടോളറൻസ് അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ, അവർ തിരിച്ചു പോകും. ഈ സമയത്ത് അർജുനെ പോലെ ക്ഷത്രിയനാണെങ്കിലോ ആരെയൊന്ന് വാളെടുക്കും. കാര്യം ക്ഷത്രിയന് അപമാനം സഹിക്കാൻ പറ്റില്ല. അപ്പം ക്ഷത്രിയന് ഭിക്ഷ അയച്ച് ജീവിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ബ്രാഹ്മണന് മാത്രമേ ടോളറൻസ്, സെൽഫ് കൺട്രോളും ഉള്ളൂ. അപ്പോൾ ഇവിടെ അർജുനന് ഒരു ആവേശത്തിന് ചാടിക്കേടി പറഞ്ഞു ഞാൻ ഭിക്ഷ അയച്ചോളാമെന്ന്. പക്ഷേ അർജുനന് ഭിക്ഷ യാചിക്കാൻ പറ്റത്തില്ല, കാരണം അർജുനൻ ക്ഷത്രിയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് അർജുനന് കൺഫ്യൂഷൻ. യുദ്ധം ചെയ്താൽ ഒന്നുകിൽ തങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഭീഷ്മനെ, അർജുനെയും പോലുള്ളവരെ ഭീഷ്മനെ, ദ്രോണാചാര്യം പോലുള്ളവരെ കൊല്ലണം. അവരെ വധിച്ചിട്ട് ചേരുന്ന ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയത്തിന് തുല്യമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റുപോകുമെന്ന് പറഞ്ഞാൽ അർജുൻ ഭരിക്കും, അതും തോൽവിയല്ലേ. ഇപ്പം ജയിച്ചാലും തോൽവി, അല്ലെങ്കിലും തോൽവി. മൂന്നാമത് ഭിക്ഷ അയക്കാനും പറ്റില്ല ജീവിക്കാൻ. പിന്നെ എന്തിനു യുദ്ധം ചെയ്യണം? അതാണ് അർജുൻ്റെ മനസ്സിൽ വന്നത്. ഇത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അർജുൻ്റെ വാദഗതികളെ ഭഗവാൻ പരിപൂർണമായി തള്ളിക്കളഞ്ഞപ്പോൾ അർജുൻ്റെ ഭാഗം ശാസ്ത്രയുക്തമായിട്ട് കൂടി അർജുൻ അതിനെ എതിർക്കാൻ ശ്രമിച്ചില്ല. അപ്പം നമ്മളൊക്കെ ഒരു വാദഗതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മൂത്തവരായാലും ശരി, അറിവുള്ളവരായാലും ശരി, അവരതിനെ തള്ളി പറഞ്ഞ ഉടൻ നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യും. അതങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പല വഴക്കുകൾക്കും കാരണം അതാണ്. ഇവിടെ അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രയുക്തമാണ്, അത് ഭഗവാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് കൂടി അർജുൻ അതിന് എതിര് പറഞ്ഞില്ല. ഇല്ല കൃഷ്ണ, അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തർക്കിക്കാൻ പോയില്ല. അർജുൻ അമ്പും മിശ്രം താഴെ ഇട്ടിട്ട് രഥത്തിൽ, അതായത് തളർന്നിരുന്നു. ഈ സമയത്താണ് അർജുനൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു തീരുമാനമെടുത്തത്. അതായത് അർജുനൻ 2 കൈകളും കൂപ്പിക്കൊണ്ട് നിറകണ്ണുകളോടെ ആ രഥത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്, ആത്മസമർപ്പണം ചെയ്യുകയാണ്. അതാണ് 7ാമത്തെ ശ്ലോകം. ഭഗവത്ഗീതയിലെ ഏറ്റവും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ തന്നെയല്ല, എല്ലാത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ടേണിംഗ് പോയിന്റ്, ഭഗവത്ഗീതയിലെ ടേണിംഗ് പോയിന്റ്, അർജുൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, മൊത്തം എല്ലാം മാറ്റിമറിച്ച ഒരു ശ്ലോകമാണ് 2ാമത്തെ അധ്യായത്തിലെ 7. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല ശ്ലോകങ്ങളിലും ഒരു ശ്ലോകമാണിത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി താം ത്വാം ധർമ്മ സമൂഢഛേദ യശ്രേയസ നിശ്ചിതം ഭൂഹി തന്മേ ശിഷ്യത്തെ അഹം ഷാദിമാം താം പ്രപന്നം. വളരെ മനോഹരമായിട്ടാണ് അർജുനൻ പറയുന്നത്. കാർപ്പണ്യദോഷം,
അതായത് ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. അർജുനൻ തോൽവി സമ്മതിച്ചു. ഇവിടെ അർജുനൻ തർക്കിക്കാൻ നിന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഐ എം ടോട്ടലി ഫെയിഡ്. ഈ അവസ്ഥയിൽ എനിക്കെന്താണ് യോജിച്ചത്? എനിക്ക് ശ്രേയസ് നിശ്ചിതം ബ്രൂഹി തന്മേ, എനിക്ക് ഏറ്റവും ശ്രേയസ്കരം എന്താണെന്ന് എന്നോട് പറഞ്ഞു തന്നാലും, ബ്രൂഹി തന്മേ എനിക്ക് പറഞ്ഞു തന്നാലും, അതായത് എനിക്കെന്താണ് യോജിച്ചെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അഹം ത്വാം സർവ ശിഷ്യത്തെ അഹം ഷാദിമാം താം പ്രപന്നം, അങ്ങേ ശരണം പ്രാപിച്ച ഒരു ശിഷ്യനെ എന്നെ കാണുക, ദയവായി ഉപദേശം തന്നാലും. വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുക്കാതെ വരുമ്പം, അത് ആധ്യാത്മികമായിക്കോട്ടെ ഭൗതികമായിട്ടെ, നമ്മൾ പലപ്പോഴും ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ തീരുമാനമാണ് ശരി. കാരണം എല്ലാ വ്യക്തികളും ചിന്തിക്കുന്നത് ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ആരാണ്? ഞാനാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ഞാനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം. ഒന്ന് മനസ്സിലാക്കുക, ലോകത്തിലുള്ളവർ കൂടുതൽ ആൾക്കാരും നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ വരും. അത് ആധ്യാത്മികമായ ബുദ്ധിമുട്ടായിരിക്കാം. എനിക്ക് നാമം ജപിക്കാൻ കഴിയുന്നില്ല, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, ഭാഗവതം വായിക്കാൻ പറ്റുന്നില്ല, ഗീത വായിക്കാൻ പറ്റുന്നില്ല, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലത്തെ സംഭവമാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒരു സ്ത്രീ ഫോൺ ചെയ്തു. എനിക്ക് ഫോൺ ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം പറഞ്ഞാൽ അവരുടെ അമ്മ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. സീരിയസ് കണ്ടീഷനാണ്. അവർ എഴുന്നേറ്റ് പോകാനും പറ്റില്ല, മലമൂത്ര വിസർജനമൊക്കെ തന്നെ ചെയ്യുകയാണ്. ഭർത്താവ് കാവലിരിക്കുന്നു. രാത്രി ഭർത്താവടക്കം പകൽ ഇവരവിടെ പോകണം. അപ്പോൾ അവർക്ക് ദീക്ഷ എടുത്താണ്. അപ്പോൾ 16 മാല കമ്പൽസറി ജപിച്ചേ പറ്റും. അവർക്ക് ജപിക്കാൻ സമയം കിട്ടുന്നില്ല. അമ്പലത്തിൽ മാല കെട്ടുന്ന സേവയ്ക്ക് പോകാൻ അതിന് പറ്റുന്നില്ല. ഭാഗവതം ഗീതയും വായിക്കാൻ പറ്റുന്നില്ല. അവരങ്ങ് കരയുമായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കൗൺസിലിംഗ് ഗ്രൂപ്പിലുള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആദ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞത്, അമ്മയായാലും അമ്മായിയമ്മയായാലും അത് നോക്കേണ്ട നിങ്ങളുടെ ധർമ്മമാണ്. അത് നിങ്ങൾ നോക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ ഭർത്താവ് ഇരിക്കുമ്പം ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഭർത്താവ് ലീവ് എടുത്തിരിക്കുക, ജോലിക്ക് പോകുന്നില്ല, നിങ്ങൾ ഭർത്താവുമായിട്ട് സംസാരിക്കുക. ഭർത്താവിനോട് ഒരു കാര്യം പറയുക, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇളയ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിനെയും കൊണ്ട് വന്നിരിക്കണം. അത് വീട്ടിലൊറ്റയ്ക്ക് നിൽക്കില്ല. അതിൽ 5-6 വയസ്സുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ അതിനെയും കൊണ്ട് വന്ന് നിൽക്കുമ്പം അതിന് അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം മെഡിക്കൽ കോളേജിൽ ഇത്രയും രോഗികൾ വരുന്ന, അതിൻ്റെ റെസിസ്റ്റൻസ് പവർ കുറവായിട്ട് അതിന് അസുഖങ്ങളുണ്ടാകാം. ഒരു ദിവസവും ഒരു മണിക്കൂർ ഇരിക്കുന്ന പോലല്ല, ദിവസങ്ങളോട് ഇരിക്കുമ്പോൾ ഇത്രയധികം രോഗികൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജിൽ അതിലെന്തെങ്കിലും അസുഖം ഉണ്ടാകും. പിന്നെ എൻ്റെ സാധനാ ഭക്തി, എൻ്റെ ഭക്തിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും എൻഗേജ്. നിങ്ങളൊരു കാര്യം ചെയ്യും, രാത്രി നിങ്ങളിരിക്കുക. അവിടെ മൂത്തവൻ ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ ഏതോ കോഴ്സിന് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലുണ്ട്, ജോലിയും ചെയ്തില്ല. 2 ഓപ്ഷൻ പറയുക. ഒന്ന്, പകൽ മോനിരിക്കട്ടെ, രാത്രി നിങ്ങളിരിക്കുക. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, കൊച്ചിനെ നോക്കാം, നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കാൻ എൻ്റെ സാധന ഭക്തി ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ 24 hours ഇരുന്നോ, 2 മണിക്കൂർ രാവിലെയും 2 മണിക്കൂർ വൈകിട്ട് മകൻ വന്ന് നിങ്ങൾ റിലീവ് ചെയ്ത് നിങ്ങൾക്ക് കുളിക്കണോ, ഫ്രഷ് ആകണോ, ഉറങ്ങണോ, എന്തെങ്കിലും വേണം ചെയ്യാം. ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തരാം. അപ്പോൾ എൻ്റെ ഭക്തിയിൽ മുടക്കം വരില്ല, വീട്ടിലെ കാര്യങ്ങളും ആകും, അമ്മായിയമ്മയുടെ കാര്യവും നടക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ വേറെ ഒരു മൂന്നാമതൊരാളുണ്ട്, വിശ്വസനീയമായ ഒരാൾ വേണം. പലപ്പോഴും നമ്മൾ എന്താ പറ്റിയത് എന്നെ മുതിരാത്തെന്ന് പറയും. നമ്മളൊരാളുടെ മനസ്സ് വന്നു കഴിയുമ്പം ആ വ്യക്തി അത് 10 പേരോട് ചെന്ന് പറഞ്ഞ് 100 പേരോട് പറഞ്ഞ് അത് അവരെ നാണം കെടുത്തും. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു മെൻറ്റർ വേണം, ഒരു ഉപദേഷ്ടാവ് വേണം. അത് ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മുടെ മനസ്സ് തുറക്കാൻ, നമ്മൾക്ക് വേണം നല്ല ഉപദേശങ്ങൾ തരാൻ ഒരാളുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ പല ബുദ്ധിമുട്ടുകളെയും ഈസിയായി തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അർജുൻ അതാണ് ചെയ്തത്. അർജുൻ മനസ്സിലായി താൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇവിടെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഗുരുവിനെയും ഗുരുതുല്യരായവരെയും വധിക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. അത് പറഞ്ഞിട്ടും ഭഗവാൻ അനങ്ങുന്നില്ല. ഭഗവാൻ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല അർജുനോട്. അപ്പം അർജുൻ ഒരു കാര്യം മനസ്സിലായി. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ റിജക്റ്റ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം ഏശിയിട്ടില്ല ഭഗവാൻ. കാരണം ഭഗവാൻ ആന്നും പറഞ്ഞില്ല, ന്യായം പറഞ്ഞില്ല. ഈസ് വെയിറ്റിംഗ്, കൃഷ്ണ ഈസ് വെയിറ്റിംഗ്. അർജുൻ എവിടം വരെ പോട്ടെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ ഇതുവരെ അർജുനൻ ഭഗവാനെ ഒരു സഖായിട്ടായിരുന്നു കണ്ടത്, ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടിരുന്നത്. അത് ഈ നമ്മൾ വിശ്വരൂപ ദർശനം വരുമ്പം അർജുനൻ പറയുന്നുണ്ടത്. അപ്പം അപ്പോൾ അർജുന് ഇവിടെ ഭഗവാനെ ഇപ്പം ഈ സമയത്ത് തൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ശിഷ്യത്തെ അഹം ഷാദിമാം താം പ്രപന്നം, ഞാൻ അങ്ങേ അഭയം പ്രാപിച്ചൊരു ശിഷ്യനാണ്. ഒരു ഗുരുശിഷ്യ ബന്ധമായി. അപ്പോൾ ഇവിടെ ഗുരുശിഷ്യ ബന്ധമായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങേ ഗുരുശിഷ്യ ബന്ധപ്പോൾ ഭഗവാൻ തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ
ഏത് സമയത്ത് ഇതുവരെ അർജുനന് ഭഗവാൻ ഉപദേശം കൊടുത്തില്ല. 2-3-4 ശ്ലോകത്തിൽ ഡാട്ടടിച്ചതല്ലാതെ ഭഗവാൻ ഉപദേശം, ഗീത ഉപദേശം ഇതുവരെ തുടങ്ങിയില്ല. കാരണം എന്താണ്? അർജുനൻ കേൾക്കാനുള്ള പരുവത്തിലല്ലായിരുന്നു. അർജുനന്റെ മനസ്സ് ശാന്തമല്ല. നമ്മളുടെ മനസ്സ് പ്രകോപമായിട്ടേക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇനിയും വരുന്ന ഉപദേശങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ അർജുനന്റെ മനസ്സ് ശാന്തമാകണം. അതിനുവേണ്ടി കൃഷ്ണൻ വെയിറ്റ് ചെയ്യായിരുന്നു, ഇവരൊന്ന് ശാന്തമാകട്ടെ. ഇപ്പം ശാന്തമായി. കാരണം എന്താണ്? തോൽവി സമ്മതിച്ചു. എനിക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല കൃഷ്ണ, അങ്ങ് എന്നെ സഹായിക്കണം, എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉചിതമായത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ശ്രേയ നിശ്ചിതം ബ്രൂഹി തന്മേ, നിശ്ചയമായിട്ട് എനിക്ക് എന്താണ് ശ്രേയസ്കരമായിട്ടുള്ളത് അതെനിക്ക് പറഞ്ഞു തരിക. ഇവിടെ അർജുൻ ടോട്ടൽ സറണ്ടറായി. അർജുൻ്റെ ഉള്ളിൽ ഈഗോ എന്ന് പറഞ്ഞത് ഒന്നുമില്ല. മനസ്സ് ശാന്തമായി തൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ അർജുനൻ തയ്യാറായെന്ന് തോന്നിയപ്പോഴാണ് ഭഗവാൻ അർജുൻ ഉപദേശം കൊടുക്കാൻ തുടങ്ങിയത്. നീലകണ്ഠ ഗോസ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആചാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമാഹാരമുണ്ട്, അത് പഞ്ചരത്നം എന്ന് പറഞ്ഞു. അതിനകത്താണ് കേവലാഷ്ടകം എന്നും പറഞ്ഞൊരു സ്തുതിയുണ്ട്. കേവലാഷ്ടകം, അതിന് കൈവല്യാഷ്ടകം എന്ന് പറയും. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 സ്തുതിയുള്ളതാണ്. അതിൽ 6ാമത് സ്തുതി വളരെ മനോഹരമാണ്. 8ഉം അഹോ ദുഃഖം മഹാദുഃഖം ദുഃഖതരം യതഃ കാചാർത്ഥം വിസ്തൃതം രത്ന ഹരേ നാമേവ കേവലം. അത് പറഞ്ഞു അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ആശ്ചര്യജനകമായിട്ട് അഹോ ദുഃഖം, ഇത്ര വലിയ ദുഃഖം, മഹാദുഃഖം, അതായത് ഏറ്റവും വലിയ ദുഃഖത്തിനേക്കാൾ വലിയ ദുഃഖം, ദുഃഖതരം ഏതെല്ലാം ദുഃഖം ലോകത്തിലുണ്ടോ അതിലത്ത് വെച്ച് ഏറ്റവും വലിയ ദുഃഖം എന്തുവാണ്? ഏറ്റവും വലിയ ദുഃഖം കാച്ചാർത്ഥം. കാച്ചെന്ന് പറഞ്ഞാൽ കണ്ണാടി, കുപ്പിച്ചില്ലാണ് കാച്ചെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ, ഹിന്ദിയിലും പറയും. കാച്ചാർത്ഥം, കാച്ചിന് വേണ്ടി, വെറും കുപ്പിച്ചില്ലിന് വേണ്ടി, വിസ്മൃതം രത്നത്തിനെ വിസ്മരിക്കുക, മറന്നു പോവുക. മനസ്സിലായല്ലോ? വെറും കുപ്പിച്ചില്ലിന് വേണ്ടി രത്നത്തെ മറക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ഇവിടെ കുപ്പിച്ചിൽ എന്താണ്? രത്നം എന്താണ്? ഹരേർ നാമേവ കേവലം. ഇവിടെ രത്നം എന്ന് പറയുന്നത് ഹരിയുടെ നാമമാണ്. കാച്ചല്ലേ കുപ്പിച്ചിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളെ നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമായി കരുതിക്കൊണ്ട് രത്നമാകുന്ന ഹരിയുടെ നാമത്തെ അല്ലെ ഭഗവാന്റെ ഭാഗവതം, ഗീത പോലെയുള്ള കാര്യങ്ങളെ വിസ്മരിക്കുന്നു. വിസ്മൃതം. അപ്പൊ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം അർജുന്റെ ഈ ശ്ലോകമായിട്ട് എന്താ ബന്ധം എന്നുള്ള പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ പോയത്, ഭാഗവതത്തിനകത്ത് 1-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജൈ, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജൈ അഹൈതുക അപ്രതിഹ ഏയാത്മ സുപ്രസീദതി. അതായത് സവൈ പുംസ, അതുകൊണ്ട് പറഞ്ഞാൽ മേളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നതാണ്. പുംസ, മനുഷ്യരുടെ, പരോധർമ്മം, ഏറ്റവും വലിയ ധർമ്മം എന്തുവാ? മനുഷ്യന്റെ ഈ ശരീരത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്തുവാ? അതോ ഭക്തി അധോക്ഷജ, ഭഗവാന്റെ ഭക്തി. ബാക്കിയെല്ലാം താഴെയാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തി രത്നമാണ്, ബാക്കിയെല്ലാം കുപ്പിച്ചില്ലുകളാണ്. നമ്മൾ പലപ്പോഴും കുപ്പിച്ചില്ലിനെ വേണ്ടിയിട്ട് രത്നത്തെ ഉപേക്ഷിക്കുന്നു. അത് മണ്ടത്തരമാണ്, ബുദ്ധിപരമാണ്. നമ്മൾ തന്നെ ആലോചിക്കാം. നമുക്ക് ഓരോരുത്തർ കുപ്പിച്ചില്ലും വെച്ചിട്ടുണ്ട്, ഓരോരുത്തർ രത്നം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ളത് പോയി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പോയി എടുക്കും, രത്നം എടുക്കും, കുപ്പിച്ചിലെടുക്കില്ല. പക്ഷെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വരും നമ്മൾ കുപ്പിച്ചിലാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഭൗതിക ജീവിതം എപ്പോഴും തീരാണ്. ഈ ജന്മത്തോടെ അത് തീർന്നു, അത് ക്യാരി ഫോർവേഡ് ആകില്ല. ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അത് ഈ ഭക്തി, ഹരിയുടെ കൃഷ്ണഭക്തി കോംപ്രമൈസ് ചെയ്തുകൊണ്ടാകരുത്. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ ഗീതാ ക്ലാസ്സിൽ തന്നെ, ഇപ്പൊ എൻ്റെ ഈ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് 5000 ആൾക്കാർ കൂടുതൽ, ഫോളോവേഴ്സും ഉണ്ട് 700 പേരുണ്ട്. ലൈവിൽ എത്ര പേര് കാണും? 10-12 പേര് കാണും, 500-600 പേര്. പിന്നെ അത് എത്ര പേര് മുഴുവൻ കേൾക്കുന്ന അറിയത്തില്ല. വ്യൂസ് നോക്കുമ്പോൾ 600-700 പേര് കാണത്തുള്ളൂ. കാരണം ആർക്കും രത്നങ്ങൾ വേണ്ട. എത്രയോ ജന്മത്തെ കർമ്മഫലം, സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരു ജീവാത്മന് മനുഷ്യ ശരീരം കിട്ടുന്നത്. എത്രയോ പട്ടി, പൂച്ച, കോഴി, കാക്കയുടെയൊക്കെ ശരീരം നമ്മൾ ഇറങ്ങിയതിനു ശേഷമാണ്, ഒരുപാട് പുണ്യങ്ങൾ അക്കുമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മത്തിൽ കൃഷ്ണഭക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളുടെ മിനി ബാങ്ക് അല്ലേ, അതിനകത്ത് 1 രൂപയും 50 പൈസയും 5 റുപ്പീസ്. നമ്മുടെയൊക്കെ കാലത്ത് 10 പൈസ 5 പൈസയായിരുന്നു. ഇപ്പോൾ 1 രൂപയും 5 റുപ്പീസ് ഒക്കെ ഇട്ട് അവർ അക്കുമുലേറ്റ് ആയി വർഷത്തിൽ അവരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ അത് പൊട്ടിക്കാൻ ഒരു വലിയ തുക കാണും.
അതുപോലെ നമ്മൾ ചെയ്യുന്ന പല ചെറിയ ചെറിയ പുണ്യ പ്രവൃത്തികൾ കൂടി 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 വന്ന് എത്രയോ ജന്മങ്ങൾ കൊണ്ട് കൂടി കൂടി വന്ന് അതൊരു വലിയ ഒരു സംഖ്യ പോലെ ആകുമ്പോൾ നമുക്ക് കൃഷ്ണഭക്തി കിട്ടുന്നത്. ഇത് എല്ലാവർക്കും കിട്ടില്ല കൃഷ്ണഭക്തി. അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് അറിയാനും കേൾക്കാനും കഴിയുന്നതാണ് രത്നം. ആ രത്നം ഉപേക്ഷിച്ച് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിന് വേണ്ടിയോ TV കാണാനോ മൊബൈലിൽ കാണാനോ, ഇപ്പം തന്നെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ 300 ആൾക്കാർ ലൈവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഗീത കേൾക്കാൻ 8-10 വരെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് കുപ്പിച്ചിലിൻ്റെ പുറകിൽ പോകണം. ഇവിടെ അർജുനൻ പറയുന്നത്, അർജുനൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതായത് അർജുനൻ ദുഃഖത്തിന് കാരണം രത്നതുല്യമായ ഭഗവാന്റെ വാക്കുകളെ മറന്നുകൊണ്ട്, അതായത് കുപ്പിച്ചിലിന് തുല്യമായ തൻ്റെ വാദകളിൽ ഇതുവരെ ഉറച്ചു നിന്നതാണ്. അർജുനൻ ആദ്യം ഈ ശ്ലോകം, അതായത് കാർപ്പണ്യദോഷോപ ഹതസ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമൂഢ ചേത യശ്രേയസ്യ നിശ്ചിതം ഭൂഹി തന്മേ ശിഷ്യത്തെ അകം ഷാതിമാം താം പ്രപന്നാന്ന് ആദ്യം ഭഗവാനോട് പറഞ്ഞിരുന്നെങ്കിൽ അർജുനൻ ഇത്രയും വലിയ കൺഫ്യൂഷനിൽ എത്തേണ്ട, ഇത്രയും വലിയ വിഷാദത്തിൽ എത്തേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പൊ അർജുനൻ ആദ്യം കുപ്പിച്ചിലിന് തുല്യമായ തൻ്റെ വാക്കുകൾക്ക് വേണ്ടി രത്നതുല്യമായ ഭഗവാന്റെ വാക്കുകളെ അവഗണിച്ചു എന്ന് ഞാൻ പറയില്ല, ശ്രദ്ധിച്ചില്ല. അങ്ങോട്ട് പോകാൻ അർജുനൻ തുനിഞ്ഞില്ല. അപ്പം ഇവിടെ ഈ അധ്യായത്തിലെ 2-3 ശ്ലോകങ്ങളിൽ ഭഗവാൻ ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ മുന്നോട്ട് വെച്ച തർക്കങ്ങൾക്ക് ഒന്നും മറുപടി പറഞ്ഞില്ല. അർജുനന്റെ തർക്കങ്ങൾ വെറും പാഴ്വചനങ്ങളും ഹൃദയതുല്യമായി കൊണ്ടാണ് ഉണ്ടായെന്നും പറഞ്ഞ് തിരസ്കരിക്കുകയായിരുന്നു. ഈ അധ്യായത്തിൽ 1-2 ശ്ലോകങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് 7ാമത്തെ ശ്ലോകത്തിലാണ്. 1-2 ശ്ലോകങ്ങളിൽ അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞത്, അതായത് മുതിർന്ന ആൾക്കാർ മരിക്കുമ്പം പരമ്പരയായി പുലർത്തിപ്പോകുന്ന ധർമ്മങ്ങൾ അന്വേഷിക്കാൻ ആൾക്കാരില്ലാവരും പുതിയ തലമുറ അധർമ്മികളാകുമ്പോൾ സ്ത്രീകൾ ദൂഷിക്കുമ്പോൾ ജാരസന്ധതരുണ്ടാകുമ്പോൾ അവർ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് നരകതുല്യമായ ജീവിതം പ്രദാനം ചെയ്യും. പിതൃകൾക്ക് പിണ്ടതർപ്പണം ചെയ്യാൻ ആളില്ലാതെ വരും. സമൂഹത്തിലെ പുരോഗതികളില്ലാതാകും. അങ്ങനെ ഉത്തരവാദികളായവർക്ക് നിത്യനരകം. ഇതൊക്കെ അർജുനൻ പറഞ്ഞത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ 1-2 ശ്ലോകങ്ങളിൽ അർജുന പറയും, ഇതെല്ലാം നിന്റെ ഹൃദയ ദൗർബല്യമാണ് അർജുന, ഇതൊക്കെ നിന്റെ ഹൃദയ മാലിന്യങ്ങളാണ്, ഇതൊക്കെ നീ കളയുക എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ 4, 5, 6 ശ്ലോകങ്ങളിൽ അർജുനൻ ചെയ്യാതിരിക്കാനുള്ള പുതിയ കാരണങ്ങൾ പറഞ്ഞു. 3, 4 എനിക്ക് തോന്നുന്നു സഞ്ജയനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 3-ാമത്തെ ശ്ലോകം, അതായത് ഈ 4, 5, 6 ശ്ലോകങ്ങൾ അർജുൻ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെയും ഗുരുതുല്യരായും പിതാക്കന്മാരെയൊക്കെയാണ് കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഭഗവാന്റെ മുന്നിലോട്ട് അർജുനൻ 4, 5 ശ്ലോകങ്ങൾ വെച്ചത്. അപ്പം ഇതിന് പകരം അർജുനന്റെ ഉള്ളിൽ ഇതിന് പകരമായിട്ട് ഭഗവാന്റെ അർജുനനോട് ഭഗവാൻ ഇത് ഓക്കെ നീ പറഞ്ഞത് ശരിയാണ്, അല്ലെ നീ പറഞ്ഞത് ഒന്നും മിണ്ടിയില്ല. അതായത് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതിനൊക്കെ ഭഗവാൻ തിരസ്കരിച്ചു. അത് കഴിഞ്ഞ് അർജുനൻ മുന്നോട്ട് വെച്ച വാദഗതിയാണ് ഗുരുക്കന്മാരെയും പിതാക്കന്മാരെയും ഞാൻ എങ്ങനെ കൊല്ലും, പിതാമഹന്മാരെ എങ്ങനെ കൊല്ലും എന്നുള്ളത്. അതിന് ഭഗവാൻ അർജുനോട് യാതൊരുവിധ മറുപടിയും പറഞ്ഞില്ല. ഇവിടെ അർജുനന്റെ ടോട്ടൽ കൺഫ്യൂഷനായി. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നീ കൃഷ്ണൻ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഭഗവാൻ ചെയ്തില്ല. ഭഗവാൻ നീ പറ, നീ എത്ര പറയണമെന്ന് വെച്ചാൽ പറ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇവിടെ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നില്ല, അർജുനൻ പറഞ്ഞതിനെ തള്ളിക്കളയുന്നില്ല, അർജുനൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ് 7ാമത്തെ അർജുനൻ പറയുന്നത്, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന, ഐ ക്വിറ്റ്, ഞാൻ തോറ്റു, ഇനി എനിക്ക് എന്താണ് വേണ്ടത് അങ്ങ് തന്നെ പറ, ഞാൻ വിട്ടു. അതിൻ്റെ തുടക്കമായിട്ടാണ് 8ാം ശ്ലോകം അർജുനൻ പറയുന്നത്, ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. അതായത് കണ്ട ഉപായങ്ങളെല്ലാം ഭഗവാൻ റിജക്റ്റ് ചെയ്തു. ഇപ്പം 7ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനെ ടോട്ടൽ സറണ്ടർ ചെയ്തു. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിനെയാണ് പറയുന്നത്, മനസ്സിനെ അലട്ടുന്ന ഈ ഇന്ദ്രിയങ്ങൾ ഇവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ തന്നെ ഞാൻ വായിക്കുന്നു, പക്ഷെ അത് മനസ്സിനെയാണ്. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. കണ്ട ഉപായങ്ങളെല്ലാം ഭഗവാൻ റിജക്റ്റ് ചെയ്തു. 2 ഉപായങ്ങൾ പിന്നീട് പറഞ്ഞത് ഭഗവാൻ ഹോൾഡ് ചെയ്തു. ഈ ഭൂമിയിൽ സമ്പൽ സമർത്ഥവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിൽ പോലെ ഉള്ളതുപോലെ പരമാധികാരത്തോട് സാമ്രാജ്യം ലഭിച്ചാൽ പോലും, അപ്പോൾ ഒന്നുകൂടെ അത് ആംപ്ലിഫൈ ചെയ്ത് പറയാം ഞാൻ. അത് ഈ ഭൂമിയിൽ സമ്പൽ സമർത്ഥവും ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നതാണ്. എതിരാളികൾ ഇല്ലാത്തത്, ശത്രുക്കളില്ലാത്ത ഒരു രാജ്യം, അത് ശാന്തി സമാധാനമായിട്ട് കഴിയാൻ പറ്റുന്നത്. സമ്പൽ സമൃദ്ധിയുണ്ട്, ശത്രുക്കളില്ലെങ്കിൽ പിന്നെ ശാന്തിയാണല്ലോ ഉള്ളത്. ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ സുഖസൗകര്യം, സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ വളരെ വലിയ ഹൈലിയാണ്. അത്രയും സുഖസൗകര്യങ്ങളും അതും പരമാധികാരവുമുള്ളൊരു സാമ്രാജ്യം. പരമാധികാരം എന്ന് ഇവിടെ പറയുമ്പോൾ ചക്രവർത്തിയാണ്. ഒരു ചക്രവർത്തി പദം. ഏത് ചക്രവർത്തി? ശത്രുക്കളില്ല,
സമ്പൽ സമൃദ്ധമാണ്, സ്വർഗത്തിൽ ദേവന്മാർക്ക് തുല്യമായ ഐശ്വര്യമുള്ളതാണ്. അങ്ങനെ ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല കൃഷ്ണ. അനുസരിക്കുക അർജുനൻ എത്ര ഹംബിൾനെസ് എന്ന് പറയുക, ഹ്യൂമിലിറ്റി അർജുനൻ്റെ. അതായത് എനിക്ക് എൻ്റെ ദുഃഖത്തെ ശമിപ്പിക്കാമെന്ന് പറയാം. എന്തുകൊണ്ടാണ് ദുഃഖം? ഇത് ലഭിക്കണമെങ്കിൽ എനിക്ക് ഇവരെ കൊല്ലണം. ദ്രോണാചാര്യരെയും ഭീഷ്മരെയും പോലുള്ള ഗുരുക്കന്മാരെയും മറ്റു ബന്ധുവിനെ കൊല്ലണം. കൊന്നാലേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാലും എൻ്റെ ദുഃഖത്തെ എനിക്ക് ശമിക്കാൻ കഴിയില്ല. കാര്യം അവർ വധിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ വധിച്ചിട്ട് കിട്ടുന്ന എനിക്കെന്തിനാ? അപ്പോൾ ഇവിടെ 9-10 ശ്ലോകങ്ങളിൽ 8-9 കഴിഞ്ഞു, 8ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 9-10 ശ്ലോകങ്ങളിൽ സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ് ഉവാച. അപ്പോൾ സഞ്ജയൻ, അത് ഞാൻ ട്രാൻസ്ലേഷൻ മാത്രമേ വായിക്കുന്നുള്ളൂ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണൻ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഇവിടെ ഗോവിന്ദ എന്നാണ് വിളിച്ചത്. ഇത് ഗോവിന്ദ മുക്ത തുഷ്ണി ബഭുവ. ഗോവിന്ദ എന്തുകൊണ്ടാണ് ഇവിടെ വിളിച്ചത്? ഇത് കഴിഞ്ഞ ശ്ലോകമായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. കാര്യം കഴിഞ്ഞ ശ്ലോകം ഗോവിന്ദ എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഗോക്കൾക്ക് ആനന്ദം പകരുന്നവൻ ഗോവിന്ദൻ. 2 ഗോ എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം പകരും. കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞ എന്തുവായിരുന്നു? ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇവിടെ മനസ്സെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിനെ അലട്ടുന്ന ദുഃഖത്തെ ശമിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനെ വിളിച്ചിരുന്ന ഗോവിന്ദ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ അകറ്റാൻ അങ്ങേക്കേ പറ്റുള്ളൂ. ക്ലിയർ. അതുകൊണ്ടാണ് ഇവിടെ ഗോവിന്ദ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ഭഗവാനെ പരീക്ഷേശ എന്ന് അടുത്ത ശ്ലോകത്തിൽ വിളിക്കുന്നത്. അപ്പം ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണൻ ഉണർത്തിച്ചുകൊണ്ട് മൗനമായിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ ആലോചിക്കുക. അർജുനന് കുറച്ച് കാരണങ്ങൾ ഭഗവാൻ ഉപയോഗിച്ചു. കാരണം ഭഗവാൻ അതെല്ലാം റിജക്റ്റ് ചെയ്തു. ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല, മറുപടി ഒന്നും പറയില്ല. എന്തുകൊണ്ട് റിജക്റ്റായി? അത് നിന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളാണ്, ഹൃദയ ദൗർബല്യമാണ് റിജക്റ്റ് ചെയ്തത്. അതിന് പകരം നീ എന്ത് ചെയ്യണം ഒന്നും പറഞ്ഞില്ല ഭഗവാൻ. ഉണ്ടാകുന്നു. അതുകൊണ്ട് അടുത്ത അർജുനൻ പറയാം, ശരി ഞാൻ യുദ്ധം ചെയ്യാം, കൗരവരുമായിട്ട് യുദ്ധം ചെയ്യാം. പക്ഷെ ആ യുദ്ധത്തിൽ എനിക്ക് ഭീഷ്മനെയും ദ്രോണാചാര്യയുടെയും എതിരായിട്ട് വരുമ്പം ഞാൻ എങ്ങനെ അവർക്കെതിരെ അസ്ത്രം, എന്നെ അന്നം ഉരുട്ടി തന്ന ഈ അമ്പുമില്ലി എങ്ങനെ ഉപയോഗിക്കണം എന്നെ പഠിപ്പിച്ച ദ്രോണാചാര്യരും എനിക്ക് അന്നം ഉരുട്ടുന്ന വിശ്വരുടെ മേലെ ഞാൻ എങ്ങനെ അസ്ത്രം ചെയ്യും? അതിന് മറുപടി കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അർജുനൻ പറഞ്ഞത്, എനിക്ക് ഈ ദുഃഖം ശമിക്കാൻ പറ്റുന്നില്ല, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ദുഃഖം ശമിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണനെ ഇനിയും ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അർജുനൻ വെയിറ്റ് ചെയ്യുകയാണ്. 10ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നത്, അല്ലയോ ഭാരത എന്ന് ഇവിടെ വിളിക്കുന്ന ആരെയാ? ധൃതരാഷ്ട്രയാണ്. കാര്യം ധൃതരാഷ്ട്രം യുധിഷ്ഠിരനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇരു സൈന്യങ്ങളുടെ നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. ഇത് മനോഹരമായിട്ട് നോക്കിക്കേ. ഇത് ഒരാള്, എനിക്ക് ആ സീൻ ഓർമ്മ വരുമ്പോൾ വളരെ, അതൊന്ന് ആലോചിച്ച് നോക്കുക. തളർന്നു തരിപ്പണമായിട്ട് മാനസികമായിട്ട് തളർന്ന അർജുനൻ ഇരിക്കുന്ന കണ്ണുനീര് വരുത്തിക്കൊണ്ട് ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ടാണ് പറയുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട്. അതായത് മന്ദഹാസത്തോടുകൂടി ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, പ്രഹസൻ ഇവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തം ഉവാച ഋഷികേശ. അപ്പോൾ ഋഷികേശൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രിയങ്ങൾക്ക് ആണെന്ന് പറയുന്നതാണ് ഋഷികേശ. കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, മന്ദഹസിച്ചുകൊണ്ട്. പ്രഹസന്നിവ ഭാരത. പ്രഹസന്നിവ എന്ന് പറഞ്ഞാൽ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതാ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് വന്നത്. കാരണം ഭഗവാൻ അർജുനൻ്റെ ഈ ദുഃഖത്തെ വെറും സിമ്പിളായിട്ട് കണ്ടു. വെറും എന്താ പറയുക, ഒരു നല്ല വാക്ക് കിട്ടുന്നില്ല, വളരെ തുച്ഛമായിട്ട് കണ്ടു. ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ചിരി വന്നത്. ഇത്രയും വലിയ യോദ്ധാവ്, അന്നത്തെ 3 ലോകങ്ങളിലും വെച്ച് ഭൂമിയിലെ മാത്രമല്ല സ്വർഗത്തിൽ പോലും പോയിട്ട് ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, പരമശിവനെ തോന്നിച്ച് പരശുരാമനായിട്ട് യുദ്ധം ചെയ്ത അർജുനൻ ഒരു ചെറിയ നിസ്സാരമായ മാനസിക സംഘർഷത്തിൽ തളർന്നത് കണ്ടപ്പോൾ ഭഗവാന് ചിരിക്കാൻ തോന്നി. അപ്പോൾ 9ാമത്തെ ശ്ലോകങ്ങളിൽ സഞ്ജയനാണ് പറയുന്നത്. 11ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാൻ തൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. ആക്ച്വലി ഹീറോ, ഈ ഹീറോ ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ എൻട്രി ആരംഭിക്കുന്നത് 11ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പോൾ ഈ 11ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഇനി കണ്ടിന്യൂ അടുത്ത ആഴ്ചയ്ക്ക് ഒരു ശ്ലോകം എടുത്ത് സമയം തീരുന്നു. ഒരു ശ്ലോകം എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട. ഭഗവാൻ അടുത്ത ശ്ലോകം മുതലാണ് പറയുന്നത്. നമുക്ക് അടുത്ത ആഴ്ച മുതൽ എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ കണ്ടിന്യൂ ഭഗവാനാണ് പിന്നെ പറയുന്നത്. അത്രയും ശ്ലോകം എല്ലാം ഭഗവാനാണ് പറയുന്നത്. എല്ലാം ഭഗവാൻ. ഇനി ഞങ്ങൾ തത്വത്തിലോട്ടാണ് പോകുന്നത്.
വളരെ മനോഹരമായ തത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് ഇനി മുമ്പോട്ട് പോകാം. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 11ാമത്തെ അധ്യായത്തിലോട്ട് കടക്കാം. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ഗീതാ വിഷയ സംഗ്രഹം. ഇതിനകത്ത് എല്ലാം വരും. ഭക്തിയോഗവും കർമ്മയോഗവും അഷ്ടാംഗ യോഗവും എല്ലാ യോഗവും വരും. നമ്മുടെ യോഗമാണ് അതൊക്കെ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുപോലെ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാളെ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശി നോയമ്പ് നോക്കണം. ഏകാദശി എന്ന് പറഞ്ഞാൽ യോഗങ്ങളിൽ നൊയമ്പ്, ഏതൊരു നൊയമ്പിൻ്റെയും ഫലം ഏകാദശി നോയമ്പിനകത്തുണ്ട്. നിങ്ങൾ ഒരു നൊയമ്പും ജീവിതത്തിൽ നോക്കിയില്ലെങ്കിൽ ശരി, ഏകാദശി നോയമ്പ് നോക്കണം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നപ്പോൾ സച്ചിമാത ചോദിക്കുന്നുണ്ട് എനിക്കെന്താണ് ഉപദേശം ചോദിക്കുമ്പോൾ ഒറ്റ ഉപദേശം കൊടുക്കുന്നത് അമ്മ ഏകാദശി മാതാ ഏകാദശി വ്രതം നോക്കണമെന്ന്. ഏകാദശി വ്രതം നോക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഏകാദശി വ്രതം നോക്കേണ്ടത് നിർജ്ജലയാണ്, പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് നോക്കാം. അതിന് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. വെള്ളം കുടിക്കാതെ നോക്കുക, അതിനാണ് നിർജ്ജല ഏകാദശി, നിർജ്ജല വ്രതം. വെള്ളം കുടിക്കാൻ പറ്റാതെ വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ച് നോക്കുമ്പോൾ അത് സജലമാകും. സജലം കൊണ്ടും പറ്റാത്തവരാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. ഏത്തക്കയോ പഴമോ ആപ്പിളോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അതും പറ്റാത്തവരാണെങ്കിൽ ഭൂമിക്കടിയിലുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കപ്പ, കാച്ചിൽ ഇങ്ങനെയൊക്കെയുള്ളത് കഴിക്കാം. ഇവിടെയാണ് നമ്മൾ കഴിക്കുന്നത് സാബുദാന അങ്ങനെയുള്ള ഐറ്റങ്ങൾ കഴിക്കാം. എന്ത് കഴിച്ചാലും ശരി കഴിച്ചില്ലെങ്കിലും ശരി അന്ന് കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കണം, ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം. ഞാൻ 14 മണിക്കൂർ കണ്ടിന്യൂ ഇരുന്ന് ജപിക്കാൻ ശ്രമിക്കാറുണ്ട് ഏകദേശ ദിവസം. ഇതുവരെ ഫെയിലായിട്ടില്ല. തുടങ്ങിയിട്ട് 3 മാസമേ ആയുള്ളൂ. വെളുപ്പിനെ 3 മണി വൈകിട്ട് 5 മണി കണ്ടിന്യൂ ജപിക്കും. ഇടയ്ക്ക് കുറച്ച് കരിക്കും വെള്ളം കുടിക്കും, കരിക്കും കഴിക്കും, 1-2 പഴം കഴിക്കും. വൈകിട്ട് വന്നിട്ട് മുഴുവൻ ഭഗവത്ഗീത 700 ശ്ലോകവും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതുവരെ ഭഗവത് കൃപ കൊണ്ടും നിങ്ങളുടെയൊക്കെ ആശീർവാദം കൊണ്ടും ഇത് രണ്ടും നടക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് തളരും, പിന്നെ കിടന്ന് സുഖം. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. എല്ലാവരും ഏകാദശി വ്രതം നോക്കണം. ഹരേ കൃഷ്ണ.